പോകുന്ന വഴിയാണിത്. മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് മതി. ഇതിൻ്റെ ഈ ഇത് കണ്ട ചുമര് ഇത്രയും പൊക്കത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും അത്രയും സംരക്ഷണത്തിൽ അവർ നിർമ്മിച്ചതാണ്. പഴയ കാലത്തുള്ള രാജാക്കന്മാർ തമ്മിൽ പോരായിരുന്നല്ലോ. ഒരാൾ മറ്റൊരാൾ യുദ്ധം, അയാൾ ഇയാളോട് യുദ്ധം, ആ ഏരിയ ഇയാളെ പിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ബിജാപ്പൂരിലെ സുൽത്താൻ വന്നിട്ട് ഇവിടെ ഏറ്റുമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഓട്ടോക്കാരൻ പറഞ്ഞതായിട്ട് അറിഞ്ഞു. വന്നതിന് ശേഷമുള്ള ദൃശ്യമാണ്. ഇതിനകത്ത് നേരെ നമുക്കൊരു കൊട്ടാരം കാണാം. ഈ സൈഡിൽ കാണുന്ന ഈ കൊട്ടാരം ഇത് വേറെ. ഇതിൻ്റെ മേലെ കുബ്ബൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പല കൊട്ടാരങ്ങളും പല രീതിയിലാണ്. ഇതിനകത്ത് നമുക്ക് കാണാനുള്ള കാര്യമായിട്ട് 3 എണ്ണം. ഒന്ന് നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ഒന്നും, പിന്നെ ഈ എതിർവശത്ത് കാണുന്ന ഒന്നും, ഒന്ന് നമ്മൾ നേരത്തെ കണ്ട AC മഹൽ എന്ന് പറയുന്നു. അതങ്ങനെ 3 എണ്ണമാണ്. ഇത് കുബ്ബൊക്കെ കൊടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷെ ഇതും ഇങ്ങോട്ട് എടുത്തു നോക്കാം. ഒരേ ലെവലിലാണ് ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ച തന്നെയാണ്. താഴെ കല്ലാണ്, മേലെ എന്തൊക്കെ നമ്മുടെ കുബ്ബ കൊടുത്തിട്ടുണ്ട്. കുബ്ബ ടൈപ്പ് ഇതൊക്കെ കല്ലാണ്. പക്ഷെ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ടും കളർ കൊടുക്കാത്തതുകൊണ്ടും അതിൻ്റെ മാറ്റങ്ങൾ. നമ്മൾ വന്നത് ഇതുവരെ നമ്മൾ വന്നത് ഇതുവരെ ഒരു എൻഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇത് പാറാവേർ നിൽക്കുന്ന സ്ഥലം കേട്ടോ. മേളിൽ താഴ്ന്നൊക്കെ പാറാവേർ കാവൽ നിന്ന സ്ഥലമാണ്. കാണാം, നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലോ, ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കി നിൽക്കും. ഇതൊക്കെ ഒരുപോലെ തന്നെ ഏകദേശം. ഇതൊക്കെ ഒരുപോലെ. ഇത് പാറവേർ, ഇവിടെ പാറാവേർ നിൽക്കുന്ന സ്ഥലം. ഇരിക്കാൻ എന്താ സംവിധാനം ഉണ്ടാക്കിയത്, സമ്മതിക്കണം. മുഗൾ രാജാക്കന്മാരുടെ ഭയങ്കര ബുദ്ധിയായിരുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തിയും അന്നത്തെ കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. एक किला और दिख रहा है, वहाँ जाके देखेंगे वहाँ के क्या हाल है पता नहीं. ഇതർ ജാക്കി ദേഖ് രഹ. ഇവിടെ അകത്ത് പോയി നമുക്ക് നോക്കാം. ഒരു ഗേറ്റ് കൂടെ കാണുന്നുണ്ട്. അകത്ത് കയറി കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഇവിടുന്ന് എനിക്കൊന്ന് കോൺഫറൻസ് ഹാളാണ്. മുമ്പിൽ ഗാർഡനാണല്ലോ. അന്നത്തെ രാജാക്കന്മാർ ഇവിടെ കോൺഫറൻസ് സമ്മേളനം കൂടുന്ന സ്ഥലമായിരിക്കും. ഇവിടെ ഒരു ആനക്കുട്ടിനെ നിർബന്ധിച്ചിട്ടുണ്ട്. ആനക്കുട്ടിയുടെ പുറത്ത് ചെയിന് ചങ്ങല വരെ വളരെ കറക്റ്റായിട്ട് കൊത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തുമ്പിക്കായി പൊട്ടിയിട്ടുണ്ട്. ഇവിടെയുണ്ട്. അവൻ അകത്ത് കയറി നോക്കാം. ഒരു ഭാഗത്തേക്ക് കയറി നോക്കാം. ഈ ഭാഗത്തേക്ക് ഇത് തന്നെയാണ് കോൺഫറൻസ് ഹാള്. ഈ കല്ലിൽ വരെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, കൊത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സർപ്പത്തിൻ്റെ ഫോട്ടോ ആണ്. ഇതിൽ വേറെ എന്തൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാം കൊത്തുപണിയാണ്. ഒന്നും കൊത്തുപണി അല്ലാത്ത ഒന്നുമില്ല. ഇവിടെ എന്തോ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. കാണുന്നവർ മനസ്സിലാക്കുക, കമൻറ്റ് ചെയ്യുക. ഈ വകുപ്പിലേക്ക് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിന് കൂടുതൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹനുമാൻ വിജയങ്കര. അപ്പോൾ ഹനുമാനാണോ ഇത്? ഇവിടെ നോക്കാം. പിന്നെ ഇതിനകത്തേക്ക് പോയാൽ എൻ്റെ ദൈവമേ, ഓരോരോ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ശില്പവും അതിൻ്റെ പേരുകളും അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ. നമ്മളിത് ഒരു വശത്ത് തെറ്റ് സംഭവിക്കും, നമുക്കറിയില്ല. അതുകൊണ്ട് അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്ത് പറയുക. അത് തീരൂല, ഒരുപാടുണ്ട്. ഇതിലും ഇങ്ങോട്ട് വഴിയുണ്ട്. വഴി ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ.
നടുവിലൊരു ചെറിയ ഗാർഡനാണ്. അങ്ങനെ പോയിട്ട് കറങ്ങി വരാം. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി നോക്കാം. ഒന്നാം പക്കം എല്ലാം കവർ ചെയ്യാം. ഇവിടെ ഇതിന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് വഴിയുണ്ട്. പിന്നെ ഇവിടെ ഒരു കെട്ടിടം തകർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രം ഇവിടെ കാണാം. ഇവിടെ ഒരു കെട്ടിടം എന്തോ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, തകർന്ന് തരിപ്പടമായി പോയി. അതിൻ്റെ കല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട്, ഓരോന്ന് വീണ്. ഇങ്ങനെ കാലക്രമേണ പുരാതന കാലത്തുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വീണ് തകർന്നുകൊണ്ടിരിക്കും. അത് സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ നിലനിൽക്കും. അപ്പോൾ രാജ്യത്തിന് ഫായതയുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. രാജ്യത്തിനകത്തുള്ളവർ തന്നെ വന്നാൽ മതി. പക്ഷെ അത് സംരക്ഷിക്കാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്. കറങ്ങിയ സ്ഥലം മൊത്തത്തിലൊരു കാഴ്ച. ഇപ്പോൾ കണ്ട കൊട്ടാരത്തിൻ്റെ പിന്നാമ്പുറം. പിന്നത് ഇവിടെ 2-3 ടെമ്പിളും അതുപോലെ തന്നെ പുറകിൽ പാറയൊക്കെ കാണുന്നുണ്ട്. പോയി നോക്കാം. സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ മല കാണുന്നുണ്ട്, പാറയും മലയും ഒക്കെ കൂടി. ഒരു ടെമ്പിളാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തനമൊന്നുമില്ല, പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് വിസിറ്റേഴ്സിന് കാണാനായിട്ടിട്ടതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വേറെ ഒരു ടെമ്പിളാണ്. ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം, അടുത്ത് പോയി നോക്കാം. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കാട് പിടിച്ച് കിടപ്പാണ്. കാട് പിടിച്ചാൽ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ആൾപേർമാരില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വിസിറ്റേഴ്സ് മാത്രം വരുന്നവർ മാത്രം വരുന്ന സ്ഥലമാണ്. വിഷ്ണു ടെമ്പിൾ എന്ന് എഴുതിയിട്ടുള്ളത്. ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വായിച്ചെടുക്കാം. അകത്ത് കയറി നോക്കാം. ഇങ്ങനെയാണ് ഉള്ളത്. ഇത് താങ്ങി നിർത്തിയതാണ്. ആ കല്ല് പൊട്ടിയിട്ട് വീഴാറയിക്കണതുണ്ടോ. അപ്പോൾ അതുകൊണ്ട് താങ്ങി നിർത്തിയതിനകത്തൊന്നും പ്രവേശിക്കുന്നത് സുരക്ഷിതമല്ല. ഒരു കല്ല് വീണാൽ ചമ്മന്തിയാവും. അത്തരം ഭീകരമായ കല്ലുകളാണ്. ഇതൊക്കെ കല്ലുകൾ ഒരേ വലിപ്പത്തിലുള്ള കല്ലുകൾ, അത്രയും നീളത്തിൽ. ഇവിടെ എന്തോ ശില്പികളുണ്ടായിരുന്നു, വീണിട്ടുണ്ട്. മേൽക്കൂര തകർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. നമുക്ക് ഇവിടെ എന്താണ്, ഇതിനകത്ത് ബാക്ക് സൈഡിലേക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. നമുക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു നിർമ്മാണമാണ്. ഇത് മേൽക്കൂര മൊത്തത്തിൽ നേരെ കല്ലാണ്. അതുപോലെ തന്നെ നല്ല കല്ല് തൂണ് കണ്ടോ, നല്ല മസ്ബൂത്ത് തൂണാണ്. ഇട്ടാണ്. ഒരു മനുഷ്യൻ ഇതിനകത്തില്ല. ആരെങ്കിലും വന്നാലും അറിയില്ല, ആരെങ്കിലും കൊന്നാലും അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. സ്ഥലം എന്ന് പറഞ്ഞാൽ കെട്ടിടം അന്നത്തെ കാലത്ത് ഏറ്റവും സുഖസുന്ദരമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് പ്രവർത്തനമില്ല. പിന്നെ ഉപയോഗിക്കാതെ വരുമ്പോൾ അങ്ങനെ തന്നെയുള്ള ഉണ്ടാവുക. ഇതിന് ഉപയോഗമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ കാലഹരണപ്പെട്ട് പോകുന്നതാണ്. നമുക്ക് അടുത്തുള്ള ടെമ്പിളൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നു അങ്ങനെയാണ്. നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ അത് ഈ 2 എണ്ണം. ഒന്ന് ഇത് തൊട്ടടുത്ത് തന്നെ, മറ്റൊന്ന് ഈ സൈഡിൽ കൂടി ഒരു വഴി. ഒരു കാട്ടുവഴി. നമ്മളൊന്നും മനുഷ്യനില്ല, ആരില്ല, മനുഷ്യനുമില്ല, ജീവജാലങ്ങളൊന്നുമില്ല. ഒക്കെ വീണ കല്ലുകൾ നമുക്കിവിടെ കാണാം. വീണ കല്ല്, പൊട്ടിയ കല്ല് ഒക്കെ വീണ് കുത്തുകൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാം. അപകടം പിടിച്ച സ്ഥലമാണ്. നമുക്ക് സുരക്ഷിതമല്ല ഇതിനകത്ത് കയറുന്നത്. എന്നാലും നമ്മുടെ ഇവിടെ അറ്റം വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കാണുക, കയറി കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് പോയാൽ ഇവിടെ ഇതൊക്കെ ഒരേ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്തൊക്കെ എന്തോ
കിടപ്പുണ്ട്. എന്താണെന്ന് ശില്പമാണോ വിഗ്രഹമാണോ എന്ന് അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. അല്ല, സുഖസുന്ദരമായ സ്ഥലമാണ്. അത് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മിതി കണ്ടാൽ അതും കൂടി ഏറ്റവും ഭംഗിയായ. ബാക്കിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു തറ കാണാം. ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ ഇതിൻ്റെ ബാക്കിൽ ലാസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഈ കല്ല് ഇളകിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ഒറ്റക്കല്ല് വിടവ് വീണിട്ടുണ്ട്. ഏത് സമയവും താഴെ പോകും. നമുക്ക് തിരിച്ചു പോവാം. കാലഹരണപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കല്ലുകളൊക്കെ ഇളകിയിട്ടുണ്ട്. ഏതാ സ്ഥാനത്തുനിന്ന് ഇളകി തള്ളി നിൽക്കുന്നുണ്ട്. വലിയ വലിയ കല്ല് പെറുക്കി വെച്ച ചുമരിന് വേണ്ടിയിട്ട്. ഇവിടെയും കല്ലാണ്, ഇവിടെയും ഇതൊക്കെ കല്ലാണ്. മേൽക്കൂര തകർന്നിട്ടുണ്ട്. പുറംഭാഗം ഒന്ന് എടുക്കാം. തൊട്ടടുത്ത് വേറെ ഒന്നുണ്ട്, അതും മേൽക്കൂരൊക്കെ തകർന്ന് വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ മേൽക്കൂരൊക്കെ തകർന്ന് വരുന്നുണ്ട്. ഒക്കെ കാലഹരണപ്പെട്ട് പോവാണ്. ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെ പോയാൽ ഇതൊക്കെ താങ്ങി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പേടിയാവുന്നുണ്ട് അകത്തേക്ക് കയറാൻ. എന്നാൽ നമ്മൾ ധൈര്യം സംഭരിച്ച് കയറുകയാണ്. ഇവിടെ പൊട്ടി നിൽക്കുന്നുണ്ടോ? ഏത് സമയത്തും താഴെ പോകും. സമയം ഇതിൻ്റെ കാലം കഴിഞ്ഞു. ഇതുണ്ടോ, ഒക്കെ പൊട്ടി നിൽക്കുകയാണ്.